ഹലോ ഗൈസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നെഗറ്റീവ് എനർജി അറ്റാക്സിനെതിരെ നമുക്കൊരു പ്രൊട്ടക്ഷനോ ഷീൽഡോ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടെന്ന്. അതിനകത്ത് ഒരു ഐറ്റമാണ് നാച്ചുറൽ സ്റ്റോൺസ്, അതായത് ടൈഗർ ഐ, അതേപോലെ ബ്ലാക്ക് ഒബ്സീഡിയൻ, ബ്ലാക്ക് ടൂർമാലിൻ, ഹേമറ്റൈറ്റ് ഒക്കെ. എൻ്റെ കിടക്കുന്നത് ബ്ലാക്ക് ടൂർമാലിനും ടൈഗർ ഐയുമാണ്. ഇതിന് ഡബിൾ പ്രൊട്ടക്ഷൻ എന്നാണ് ഈ ഒരു ടേം ഈ ഒരു ബ്രേസ്ലെറ്റിനെ പറയുന്നത്. കാരണം രണ്ട് സ്റ്റോൺസ് ഉണ്ട്, ബ്ലാക്ക് ടൂർമാലിനുണ്ട്, ടൈഗർ ഐ ഉണ്ട്. ഹേമറ്റൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബെറ്ററാണ്, അപ്പോൾ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷേ എനിക്ക് ഒറിജിനൽ ഹേമറ്റൈറ്റ് എനിക്ക് അത്യാവശ്യം വണ്ണവും ഇതും ശരീരമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി വലിയ സ്റ്റോൺസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ആളുടെ സയൻസിനനുസരിച്ച് സ്റ്റോൺസ് എടുക്കാൻ ശ്രമിക്കുക. ചെറിയ സ്റ്റോൺസ് ഇട്ടുകൊണ്ട് അതിൻ്റെ അത്ര പവർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വലിയ സ്റ്റോൺസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. വലിയ സ്റ്റോൺസ് ഇപ്പം നിങ്ങൾ ചെറിയ ആളാണെങ്കിലും വലിയ സ്റ്റോൺസ് ഇട്ടോ അതിനനുസരിച്ച് പവർ കൂടുതലുള്ളൂ. അപ്പോൾ എൻ്റെ കൈമ കിടക്കുന്നത് പറയുന്നത് 10 mm എബോവുള്ള സ്റ്റോണാണ്. നമുക്ക് കിട്ടുന്നത് മോസ്റ്റ്ലി കിട്ടുന്നത് 8 mm ഒക്കെയാണ്. 12 mm സ്റ്റോൺ ഉണ്ട്, പക്ഷേ 12 mm ഇട്ടടക്കാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ 10 mm ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനങ്ങൾ നമുക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് നോക്കണം. കാരണം കുറേ ഗ്ലാസ് ബീഡ് ഐറ്റംസ് ഉണ്ട്. നാച്ചുറൽ സ്റ്റോൺ ആണെന്ന് പറഞ്ഞാൽ കുറേ ഗ്ലാസ് ബീഡ് ഐറ്റംസ് ആമസോണിലും ഫ്ലിപ്കാർട്ട്സിലും ഉണ്ട്. നമ്മളൊന്ന് സെലക്റ്റീവായിട്ട് നോക്കിയിട്ട് എടുക്കണം. ഞാനൊരു ലിങ്ക് ഇട്ടുതരാം. എൻ്റെ ഫാമിലിയിൽ ഞാൻ എൻ്റെ വൈഫിനും എൻ്റെ അമ്മയ്ക്കൊക്കെ ഞാൻ ഈ സെല്ലറിൽ നിന്നാണ് മേടിച്ചത്. കുറച്ചും കൂടി ജെന്യൂനിറ്റി പവർ ഉള്ളതായിട്ടുള്ളത് തോന്നിയുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ആവശ്യമുള്ളവർ മാത്രം മേടിച്ചാൽ മതി, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇത് ചുമ്മാ മേടിച്ച് വെറുതെ കൈമേൽ ധരിക്കാൻ പറ്റില്ല, ഇത് ചാർജ് ചെയ്യണം. കാരണം ഇത് അൺചാർജഡ് ആയിട്ടാണ് നമുക്ക് ഈ സാധനങ്ങൾ വരുന്നത്. നമുക്കിതിനെ ചാർജ് ചെയ്യാം, നമ്മുടെ വീട്ടിലിരുന്ന് ചാർജ് ചെയ്യാം. നിങ്ങളൊരു റെക്കി ഹീലർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈമ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റും റെക്കി ഹീലിങ്ങിലൂടെ. അല്ല, നിങ്ങൾക്ക് റെക്കി ഹീലിംഗ് അറിയാത്തവരാണെങ്കിൽ ചാർജ് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം നമുക്ക് പാക്കേജ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കയറി ധരിക്കരുത്. ഇത് ഒരു ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ഒരു സിറാമിക് ബൗളിലോ ഇട്ട് വെക്കുക. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് 1 ടീസ്പൂൺ കല്ലുപ്പ്, മസ്റ്റായിട്ടും പറയാനാണ് കല്ലുപ്പ്, അതേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നോർമൽ പൗഡർ സോൾട്ട് യൂസ് ചെയ്യരുത്, കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യണം. കാരണം കല്ലുപ്പിനാണ് അതിൻ്റെ പവറുള്ളൂ, നോർമൽ സോൾട്ടിന് ആ പവറില്ല. ഒരിക്കലും ഈ പറയുന്ന സാധനം മെറ്റാലിക് പാത്രത്തിൽ വെക്കുകയും ചെയ്യരുത് വെള്ളം ഒഴിച്ചിട്ട്, അതിൻ്റെ എഫക്റ്റ് മാറും. അതുകൊണ്ടാണ്. എന്നിട്ട് ഈ സാധനം 24 hours വെള്ളത്തിൽ മുക്കി വെക്കുക. നമ്മൾ ഇത് ഇടുന്നത് നല്ല 2-3 ദിവസങ്ങളുള്ളൂ. ആ 2-3 ദിവസങ്ങൾ ഇടുന്നതാണ് കുറച്ചും കൂടി പവർ വരാനുള്ള ദിവസങ്ങൾ. എസ്പെഷ്യലി ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, അതേപോലെ പൂർണ്ണചന്ദ്രനുള്ള ദിവസം. ഈ ദിവസങ്ങളാണ് ഇടാൻ ബെറ്റർ ആയിട്ടുള്ള ദിവസം. ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇട്ടേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് ഈ 3 ദിവസങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ ഇത് ശുദ്ധിയായിട്ട് ധരിച്ചിട്ട് കൈമ ഇടാം. ഒരിക്കലും ഇത് ഊരാണ്ടിരിക്കാൻ നോക്കുക. കാരണം നമ്മുടെ ബോഡിയിലോട്ട് ഇത് അഡാപ്റ്റ് ആവണം. കുറച്ച് നാൾ പിടിക്കും ഇത് അഡാപ്റ്റ് ആവാൻ വേണ്ടി. ഒരു 7 ദിവസം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി. ചിലർ ഇതിടും, എന്നിട്ട് ഞാൻ കുറച്ച് പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ഇതിടും, അതിന് രാത്രി കിടക്കാൻ നേരത്ത് ഉരിച്ച് കിടന്നുറങ്ങും. അങ്ങനെ ചെയ്യരുത്. ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇടാൻ ശ്രമിക്കുക, മാക്സിമം ഇടാൻ ശ്രമിക്കുക. കാരണം ഇത് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ കുറഞ്ഞു തുടങ്ങും നമ്മുടെ ഇത്. അതേപോലെ ഇത് വൺസ് ഇൻ എ മന്ത് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാർജ് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ സാധനം ഒരാൾക്കും ഊരി കെട്ടാൻ കൊടുക്കരുത്. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം നമുക്കുള്ളതാണ്, വേറെ ആർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. യൂസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് റീചാർജ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ, എനർജീസ് ഒക്കെ ചെയ്തിട്ട് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാർക്കും ഊരി കെട്ടാൻ കൊടുക്കരുത്. ഒരാൾ ഊരിയിട്ട സാധനം നമ്മൾ കയറി ഇടാനും നിൽക്കരുത്. കാരണം അവൻ്റെ ബോഡിയിലുള്ള അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് കയറി പിടിക്കും. കാരണം ഇതാണ് ആ പ്രൊട്ടക്ഷൻ എടുക്കുന്ന സാധനം. ഇതിനകത്തോട്ട് ക്രിസ്റ്റൽസിനൊക്കെ ഒരു പ്രത്യേകത, ക്രിസ്റ്റൽസ് സ്റ്റോൺസിനുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നെഗറ്റീവ് എനർജീസിനെ അബ്സോർബ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറൊരാളെ കൊണ്ട് ഇട്ട സാധനം നമ്മൾ ഇടരുതെന്ന് പറയുന്നത്. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. നമുക്ക് ഈ ചിലർ ആ വീഡിയോയിൽ തന്നെ കളിയാക്കിയതൊക്കെ ആയിട്ട് ഞാൻ കണ്ടായിരുന്നു എൻ്റെ റീൽസിനകത്ത്. കുഴപ്പമൊന്നുമില്ല, കാരണം അവർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതൊക്കെ റിയൽ ലൈഫായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങളൊന്നും സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും സയൻസിന് കുറേ കാര്യങ്ങളൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ സ്പിരിച്വാലിറ്റിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനകത്തൊരു ഐറ്റമാണ്, നമുക്ക് അത് പ്രൊട്ടക്ഷൻ എടുക്കാനും പറ്റും. ആ സമയത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേഷൻസും കിട്ടും നെഗറ്റീവ് എനർജി അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതാണ് പഞ്ചലോഹം അല്ലെങ്കിൽ 3 metals.
എൻ്റെ കൈമ കിടക്കുന്നുണ്ട് പഞ്ചലോഹവും 3 മെറ്റൽസും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൊട്ടക്ഷൻ ബാരിയർ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കോപ്പർ ഇട്ടാലും പ്യുവർ കോപ്പർ ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ടാലും പ്രൊട്ടക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഓർണമെൻറ്റ് ഒന്നില്ലെങ്കിൽ വള അല്ലെങ്കിൽ ഒരു റിങ് ഒക്കെ ആയിട്ട് നമുക്ക് മേടിച്ചിട്ട് നമ്മുടെ കൈ വിടുക. എന്നിട്ട് ഈ സാധനം നോർമലി നല്ല ഗ്ലേസിങ്ങിൽ നിൽക്കും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല ഗ്ലേസിങ്ങിൽ വെക്കും. നമ്മുടെ പഞ്ചലോഹം നമ്മുടെ സ്വർണത്തിൻ്റെ അതേ കളറിൽ നല്ല വെട്ടി തിളങ്ങി നിൽക്കും. പക്ഷേ ഒരു നെഗറ്റീവ് എനർജി അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്, അതായത് ചിലപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന സമയത്ത് ഈ സാധനം മൊത്തം ക്ലാവ് പിടിക്കാന്ന് പറയും. ഒരു പച്ച കളറിൻ്റെ ഒരു കോട്ടിങ് പോലെ വന്ന് ഫുള്ളി നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം നെഗറ്റീവ് എനർജി അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ എനർജി അറ്റാക്സ്, നെഗറ്റീവ് എനർജി അറ്റാക്സ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ മനസ്സാണെല്ലാം. നമ്മുടെ മനസ്സിനെ നമ്മൾ പവർഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അറ്റാക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയും. നമ്മുടെ സോളാർ പ്ലെക്സ് ചക്ര ഈ പറഞ്ഞ പോലെ ഒന്ന് സ്ട്രോങ് ആക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്.